ലാസ്റ്റ് ഡേ. ടാറ്റാ. അങ്ങനെ എന്റെ ഒരു അധ്യായം കൂടി അവസാനിച്ചിരിക്കുകയാണ്. എന്റെ ഐ ഡി കാർഡ് ഊരി കൊടുത്തപ്പോഴല്ലേ എനിക്ക് എന്തോ ഒരു വിഷമം. അതെ, എന്റെ ക്രോണോയിലെ എന്താ പ്രൊഫഷണൽ ജീവിതം അവസാനിച്ചിരിക്കുക. എന്റെ മാത്രം ഐഡിയ ആയിപ്പോയില്ലേ. അതുകൊണ്ട് വിഷമമുണ്ടെന്ന് വെച്ചാൽ വിഷമമൊന്നുമില്ല. പിന്നെ നമ്മൾ എത്ര നാൾ നിന്നൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇതല്ലേ. ഒരു വർഷവും ഒരു 2 മാസവും. കഴിഞ്ഞ ഏപ്രിൽ ഫുൾ ടെന്നാ വന്നത്. ഏപ്രിൽ 1 മെയ് 30 ആയപ്പോ കഴിഞ്ഞ ഏപ്രിലാണ് നമ്മള് ഇവിടെ കൊണ്ടുവിട്ടത്. അതെ, കഴിഞ്ഞ ഏപ്രിലാണ് എന്നെ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. പിന്നെ ഒരു ഏകാത്ത മാസമായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കിവിടെ ഞാൻ ആരുമില്ലാതെ ജീവിക്കുകയായിരുന്നു ഒരു വർഷം. പാക്കിംഗ് ആണ് ഗൈസ്, പാക്കിംഗ്. ലേഡി എന്തായി? പോവുകയാണ്. അവസ്ഥ ഇങ്ങനെ മൊത്തം കളി. ലാസ്റ്റില് ഫോട്ടോ എടുക്കാം. പോവാ. ശരി. അവിടെ ഫുള്ള് കാടാ ശരിക്കും. നമ്മൾ വിചാരിക്കുന്നതിലും ഭംഗിയുണ്ട്. നോക്കി 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 അവിടെ നോക്കാറ്. അതുകൊണ്ട് സൂം ചെയ്തിട്ട് വൈഡിലിട്ട് കാണിക്കാം. ഈ ആൾക്കാർ ബോട്ടൊക്കെ ഇറക്കി തുടങ്ങി. ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് ബോട്ടുകളും ഉണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും നോക്കുമ്പോ ഇങ്ങനെ ബോട്ടും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം, ഇപ്പൊ ഞാൻ താമസിക്കുന്ന നോർവേയിലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ റിവറൊക്കെ കൂടുതലാണ്. അപ്പൊ റിവറൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് തന്നെ ബോട്ടുണ്ട്. അപ്പൊ അവർ ബോട്ടിങ്ങും അങ്ങനെയുള്ള ക്യാമ്പിങ്ങും അങ്ങനെയുള്ള ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ ഉള്ളവർക്ക്. ഒരു സാറ്റർഡേ സൺഡേ ഈ ഒരു വെതറിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വെളിയിൽ ഇറങ്ങി ക്യാമ്പിങ് അങ്ങനെയുള്ള. സമ്മർ ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ട്രിപ്പും
വ്യൂ ഒക്കെ നോക്കണ്ട, ഫാം ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ബ്രേക്കാണ്, ബ്രേക്ക് ടൈം. ടിമ്മി വന്നിട്ട് ടിമ്മി ബ്രേക്ക്. ഇതാണ് ഇവിടുത്തെ ടിമ്മി. സത്യം സത്യം ഇവിടാണ് എല്ലാരും വന്നിട്ട് ചായ കുടിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാറ്റസ് ആണ്. അല്ലോ ആൾക്കാർ ഓർഡർ എടുക്കുന്നു, കുടിക്കുന്നു, അവർ വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. സത്യം സത്യം രാവിലെ ഇവിടുത്തെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വണ്ടികളെ ക്യൂ എന്നറിയോ ഡ്രൈവ് ത്രൂല്. പിന്നെ ബാക്ക് സൈഡിൽ ഡ്രൈവ് ത്രൂ ഉണ്ട്. ഡ്രൈവ് ത്രൂല് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആണ്. രാവിലെ ടിമ്മിന്റെ അവിടെ വഴിയിലാണെങ്കിൽ തിരക്കായിരിക്കും. അവിടെ എല്ലാവർക്കും ഒരു കപ്പ് കോഫി വേണം. നല്ല മഴ, ചായ കോഫിയും വേണ്ട. താണ്ട കിടക്കുന്നു നമ്മുടെ വണ്ടി. പൂക്കളൊക്കെ ഇളകി ഇളകി വീണ് കിടക്കുന്ന പശുക്കൾ നാട്ടില് ഇതെല്ലാം മിക്കവാറും കുറേ കിലോമീറ്ററുകൾ ഒരാളുടെ തന്നെ ആയിരിക്കും വീട്. കണ്ടോ ഇതൊക്കെ എന്തുകൊണ്ട് അവിടെ കാണാം നിങ്ങൾക്ക്. ഒരു വീടും പിന്നെ 1-2 വീടും പിന്നെ അതിന്റെ അവരുടെ തന്നെ ഫാമിന്റെ സ്ഥലങ്ങളും എല്ലാമാണ്. കുറെ ഏക്കർ കണക്ക് ഇവര് തന്നെ വാങ്ങിച്ചിട്ട് ഇവരെ ശ്രദ്ധയുണ്ട്. ഇതൊരു വീടും അവരുടെ കാര്യങ്ങളും അവരുടെ ലാൻഡുമാണ് ഇത് മൊത്തം. അവർ ഓരോ സമ്മർ ആകുമ്പോൾ അവർ ഓരോന്ന് ഫാം ചെയ്യും, അതിനെ എടുക്കും. വിന്റർ ആകുമ്പോഴത്തേക്ക് അവർ അതിനുള്ള സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് മൊത്തം അവരുടെ തന്നെ ലാൻഡുകളാണ് ഇതെല്ലാം. ഇനിയിപ്പോ നമുക്കിനി 1 മണിക്കൂറൂടെ ഉള്ളൂ. 1 മണിക്കൂർ 20 മിനിറ്റ്. ഇപ്പോൾ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ 123 കിലോമീറ്ററൂടെ ഉള്ളൂ. ഇപ്പൊ പിന്നെ ഈവനിങ് ആവാത്തോണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ ലേറ്റ് ആയിട്ടാണ്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആവും സൺസെറ്റ് ചെയ്യാനായിട്ട്. സൺസെറ്റ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി കൂടെ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് കാടാണ്. അപ്പൊ ആ കാടിൽ കൂടെ പോകുന്നത് ഇച്ചിരി പാടാണ് നമുക്ക്. എന്നുവെച്ചാൽ ആനിമൽസ് ഒക്കെ ക്രോസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം അത് മാത്രമല്ല, ബഗ് വരും. ബഗ് വന്നിട്ട് ഈ വണ്ടിയിൽ മൊത്തം ബഗ്ഗില് ഗ്ലാസ്സിലും എല്ലാം. ഇപ്പൊ തന്നെ ഗ്ലാസ്സിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാം മാർക്കിംഗ് ഉണ്ട്. ഇങ്ങനെ ബഗ് വന്നിട്ട് അടിച്ചടിച്ച് വരും. കുറെ കൂടി ഈവനിങ് ആകുമ്പോഴത്തേക്കും. ഇപ്പൊ കണ്ടോ ഇവിടെ റോഡിലൊന്നും വലിയ വണ്ടികളില്ല. ഒരു ട്രക്കോ അങ്ങനെയല്ലോ നമ്മളിന്ന് ക്രോസ് ചെയ്ത് പോയാലായി. ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും ടയർ ഇതാവുമല്ലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. 2 സൈഡ് കാട് അങ്ങനെയുള്ളതായിട്ട്. പക്ഷെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ നോർവേ എത്തി. എന്റെ ആദ്യത്തെ നോർവേ എൻട്രി. അവളുടെ ആദ്യത്തെ എൻട്രി. പിന്നെ മാളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാള് പോലെ. സത്യം ലുലു അങ്ങനത്തെ ലുലു മാളോ അങ്ങനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇവിടെ നോർമൽ മാത്രമല്ല, ഇവിടെ നോർമലി എല്ലായിടത്തും ഒരു ഫ്ലോറിലുള്ള ഒരു കുറച്ച് കടകളും എല്ലാം കൂടെ വെച്ചിട്ടാണ് മാള്. കുറച്ചൊരു ഇച്ചിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മാളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് 3 ഫ്ലോർസ് 4 ഫ്ലോർസ് ഒക്കെ വെച്ചിട്ട് കുറെ വലിയ സ്പേസ് ലുലുവിലൊക്കെ പോകുന്ന ഒരു എഫക്റ്റ് ഒന്നും അല്ല ഇവിടെ. ഇവിടെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ ഒരു ഫ്ലോറില് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു ബിൽഡിങ്ങും ഇവിടെ കാർ പാർക്കിങ്ങും ഒക്കെ ആയിട്ട് ഉള്ളതുള്ളത്. പക്ഷെ അകത്തത്ര മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അങ്ങനെയാ വരുന്നത്. ഈവൻ ഞാൻ കിച്ചനെയർ താമസിച്ചപ്പോഴായാലും മാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2-3 മാളുണ്ട്. വാട്ടർലൂ അങ്ങനെയൊക്കെ ഉള്ള മാളൊക്കെ ഉണ്ട്. ഈവൻ മിസ്സാകെ പോയാലും മാളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ സ്ക്വയർ 1 എന്ന് പറഞ്ഞ മാളുണ്ട്. അതൊക്കെ ഇച്ചിരി വലുതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി നടക്കാനൊക്കെ ഉള്ള വലിയൊരു മാളാണ്. പക്ഷെങ്കിൽ നമുക്ക് നാട്ടിലെ മാളുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ലൈക്ക് ലുലു ഒക്കെ വെച്ചിട്ട്. ഇവിടെ കണ്ടോ വാൾമാർട്ടും ഇൻഡിപെൻഡന്റ് ഷോപ്പുകളും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയും സാധനങ്ങളൊക്കെ ഉള്ളതല്ലോ. കടകളെല്ലാം ബേസിക്കലി ഉണ്ട്. ആ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലിഫ് കാണും. അതൊരു മല പോലെ, ക്ലിഫല്ല, അതൊരു മല പോലെ ആ സൈഡിൽ
ശരി, ബൈ ഗൈസ്. നാളെ കാണാം. കുഴഞ്ഞ് ക്ഷീണിച്ച്